റഷ്യ ഇന്ത്യയെ സഹായിക്കാൻ തീരുമാനിച്ചു അല്ലേ? അതെ, അതായിരിക്കുമല്ലോ ഇപ്പോൾ ട്രംപിന് ഒരു സൈഡിൽ കൂടെ ഒരു അടിയൊക്കെ കൊടുത്ത് ഇന്ത്യയെ തൊടാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ ഒരു സൂചന കൊടുത്തിരിക്കുന്നത്. എന്താ അതിൻ്റെ വിശദാംശങ്ങൾ? ഈ അലാസ്കയിൽ നടന്നത് എന്താണ് എന്നുള്ളത് ഇപ്പോഴും ലോകം ഉറ്റുനോക്കുകയാണ്. കാരണം അവിടെ നടന്ന കാര്യം എന്താണെന്ന് ഇതുവരെ പുറത്ത് പറഞ്ഞിട്ടില്ല. 2.5 മണിക്കൂർ നീണ്ടു നിന്ന ഒരു ചർച്ച. ആ ചർച്ചയിൽ യുദ്ധത്തെക്കുറിച്ച് സംസാരിച്ചതാണോ ഇന്ത്യയെക്കുറിച്ച് സംസാരിച്ചതാണോ എന്നറിയില്ല. കാരണം റഷ്യയിൽ നിന്ന് 40% അസംസ്കൃത എണ്ണ വാങ്ങുന്നത് ഇന്ത്യയാണ്. അപ്പോൾ റഷ്യയുടെ ഏറ്റവും വലിയ ഉപഭോക്താവ് ചൈന കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയാണ്. അപ്പോൾ ആ ഇന്ത്യയെ തൊടാൻ ട്രംപ് മുതിർന്നാൽ ഒരു പക്ഷേ അത് നോക്കി നിൽക്കാൻ റഷ്യക്ക് കഴിയില്ല. അപ്പോൾ ഒന്നുകിൽ അവിടെ സംസാരിച്ചത് ഇന്ത്യക്ക് മേലുള്ള അധിക തീരുവ പിൻവലിക്കാതെ യുദ്ധത്തിന്റെ കാര്യത്തിൽ, ഉക്രൈനും റഷ്യയുമായുള്ള യുദ്ധത്തിന്റെ കാര്യത്തിൽ ഒരു വാക്ക് പോലും സംസാരിക്കാൻ ഞാൻ തയ്യാറല്ല, അക്കാര്യത്തിലൊരു തീരുമാനം ആദ്യം ഉണ്ടാക്കൂ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്നായിരിക്കാം പുടിൻ ഒരുപക്ഷെ പറഞ്ഞത്. അതുകൊണ്ടായിരിക്കാം ട്രംപ് അക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടാത്തത്. എന്തായാലും ഇന്ത്യയെ തൊട്ട ട്രംപിന് പുടിനിലൂടെ തിരിച്ചടി കിട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സമാധാനത്തിന് നൊബേൽ സമ്മാനം വാങ്ങാനായി ട്രംപ് ഇങ്ങനെ ഓടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. എവിടെ നിന്ന് കിട്ടും, ആരുടെയൊക്കെ പിന്തുണ കിട്ടുമെന്ന്. അങ്ങനെ ഈ യുദ്ധം ഉണ്ടാക്കുന്നത് ഞാൻ തന്നെ, യുദ്ധം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഞാൻ തന്നെ എന്നുള്ള ഒരു നിലയിലേക്കാണ്. ഇപ്പോൾ എവിടെയെങ്കിലും യുദ്ധം കണ്ടാൽ അത് അവസാനിപ്പിക്കണം, അതാണ് ട്രംപിന്റെ ആഗ്രഹം. പുടിൻ പറഞ്ഞതോടുകൂടി ഇപ്പോൾ ട്രംപിന് സമാധാനമായി, സമാധാനം കൊടുക്കാം. അതെ, ഇനി ഇന്ത്യ സമാധാനം കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ പുടിൻ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പുടിൻ പറയുന്നത് അതേപടി അനുസരിച്ചില്ല എങ്കിൽ നൊബേൽ സമ്മാനം കിട്ടില്ല. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിന് അന്തിമം ഉണ്ടാക്കിയത് അമേരിക്കയാണ്. അപ്പോൾ അത് നമ്മൾ സമ്മതിച്ചില്ലെങ്കിൽ അമേരിക്ക അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്, ഞാനാണ് അതിൻ്റെ പിന്നിലെന്നുള്ളത്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം അവസാനിപ്പിക്കാൻ കാരണമായത് വെടിനിർത്തലിന് ഞാൻ മധ്യസ്ഥ വഹിച്ചിട്ടാണ് അത് നിർത്തിയത്. ഇനി ഉക്രൈൻ റഷ്യയാണ് എൻ്റെ കണ്ണിൽ. പിന്നെ ചില ആഫ്രിക്കൻ രാജ്യങ്ങളുടെയൊക്കെ ഇടയിൽ ചെന്ന് നിന്ന് കുത്തിത്തിരിപ്പും ഉണ്ടാക്കേണ്ടതിൻ്റെ മാക്സിമം ഒക്കെ ഉണ്ടാക്കി അവിടെയും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും എനിക്കെതിരെ തിരിഞ്ഞാൽ ഞാൻ തീരുവ ചുമത്തുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തും. പക്ഷേ അവിടെ അടികിട്ടിയത് ഇന്ത്യയിൽ നിന്നാണ്. കാരണം റഷ്യയും ഇന്ത്യയും ചൈനയും കൂടി ഒന്നാവുമെന്ന് ട്രംപ് വിചാരിച്ചില്ല. ഈ എണ്ണയുടെ കാര്യത്തിലും തീരുവയുടെ കാര്യത്തിലും കർശനമായ നിലപാട് ട്രംപ് സ്വീകരിച്ചപ്പോൾ ഇന്ത്യയും റഷ്യയും ചൈനയും കൂടെ പറഞ്ഞ് അവനോട് പോകാൻ പറ, നമുക്ക് ബ്രിക്സ് രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു ബ്രിക്സ് കറൻസി ഉണ്ടാക്കാം, അതോടുകൂടി ഡോളറിന്റെ ഇടിവുണ്ടാകും, ട്രംപിന്റെ കാര്യത്തിൽ അതോടുകൂടി ഒരു തീരുമാനം ഉണ്ടാകും, നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്നൊരു നിലപാട് സ്വീകരിച്ചു. അതോടുകൂടി ട്രംപ് 8 നിലയിൽ പൊട്ടിയെന്ന് വേണം പറയാൻ. പച്ച മലയാളത്തിൽ അങ്ങനെയല്ല പറയേണ്ടത്, ട്രംപ് എന്നാണ് പറയേണ്ടത്. പക്ഷേ അത് നമ്മൾ അനുവദിക്കാത്തതുകൊണ്ട് നമ്മൾ ഇതിൽ പറഞ്ഞങ്ങ് ഒതുക്കുന്നു. അങ്ങനെ പുടിൻ പോയത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള സമാധാന കരാറോ അല്ലെങ്കിൽ യുദ്ധപ്രഖ്യാപനത്തെക്കുറിച്ച് സംസാരിക്കാനോ അല്ല. അലാസ്കയിൽ നടന്നത് ഇന്ത്യക്ക് വേണ്ടി പുടിൻ അമേരിക്കയെ കണ്ടു, അല്ലെങ്കിൽ ട്രംപിനെ കണ്ടു എന്നുള്ളതാണ്. ഇന്ത്യയിലെ താരിഫിന്റെ കാര്യത്തിൽ നിങ്ങൾ തീരുമാനമുണ്ടാക്കാതെ യുദ്ധത്തിൽ നിന്നൊരു തരത്തിലും ഞങ്ങൾ പിന്നോട്ട് പോകില്ല എന്ന് പുടിൻ കർശനമായ നിലപാടെടുത്ത് പുടിന്റെ മുന്നിൽ തല താഴ്ത്തി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ട്രംപിന് വരേണ്ടി വന്നു. അത് ഇന്ത്യക്ക് വേണ്ടി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാം. കാരണം ഈ അസംസ്കൃത എണ്ണ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. ഇന്ത്യ പക്ഷേ അത് സംസ്കരിച്ച് മറ്റ് ഇതാക്കിയിട്ട് പല രാജ്യങ്ങൾക്കും വിൽപ്പന നടത്തുന്നു എന്നുള്ളതാണ്. അതേസമയം ഇന്ത്യ ഈ പറഞ്ഞ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് അവസാനിപ്പിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങളുമായിട്ട് ഞങ്ങളൊരു നയത്തിലുള്ള ഒരു സമീപനം ഉണ്ടാവൂ എന്നുള്ളതാണ് ട്രംപിൻ്റെ നിലപാട്. പക്ഷേ ട്രംപിൻ്റെ ആ നിലപാടിനോട് വലിയ പരിഗണനയൊന്നും കൊടുക്കേണ്ടതില്ല, അത് വലിയ കാര്യമാക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യ ഒരു ഏകദേശം പുറത്ത് വേറൊരു ചേരി ഉണ്ടാക്കിയിട്ട് ഇന്ത്യ, ചൈന, റഷ്യ, പിന്നെ മറ്റ് കുറച്ച് രാജ്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് അമേരിക്കക്ക് വലിയ ഭീഷണിയാകുന്ന രീതിയിൽ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. ആ മൂവ്മെൻറ്റ് നടക്കുന്നതുകൊണ്ട് മാത്രമാണ് അതിൻ്റെ എത്രത്തോളം അത് ഭവിഷ്യത്ത് അമേരിക്ക അനുഭവിക്കേണ്ടി വരും എന്ന് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ട്രംപ് പുടിനുമായിട്ടുള്ള ഈ പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടൊരു കൂടിക്കാഴ്ചയ്ക്ക് പോലും അയാൾ സമ്മതിച്ചത്. അതല്ല എങ്കിൽ റഷ്യയും ഇന്ത്യയും ഒക്കെ ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നില്ല എങ്കിൽ ഇന്ത്യയെ വലിയ കാര്യമായിട്ട് ഇയാൾ മൈൻഡ് ചെയ്യില്ല. അതിൻ്റെ ഭാഗമായിട്ട് റഷ്യയുടെ പുടിനുമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനും തയ്യാറാവില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ട്രംപ് തീരുവ ചുമത്തിയതിൽ ബ്രസീലും ഇന്ത്യയുമാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇന്ത്യക്ക് ആദ്യഘട്ടത്തിൽ 50% ഉണ്ടായിരുന്നില്ല, രണ്ടാമതാണ് അത് 50%-ലേക്ക് എത്തിച്ചത്. അതിന് പ്രധാന കാരണം പറഞ്ഞത് ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതേ റഷ്യയിൽ നിന്ന് തന്നെയാണ് അമേരിക്ക എണ്ണ വാങ്ങിക്കുന്നുണ്ട്, അമേരിക്കയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കത് ചെയ്യാം, നമ്മളത് ചെയ്യരുത്. അതായത് ലോക പോലീസിൻ്റെ ചട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ ലോക പോലീസാണ്, ഞങ്ങൾ പറയുന്നത് നിങ്ങളെല്ലാം അനുസരിക്കണം എന്നുള്ളത്. പക്ഷേ ഈ ട്രംപ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അമേരിക്കയെ പിന്താങ്ങുന്ന കുറച്ച് രാജ്യങ്ങളും ചേർന്ന ഒരു സഖ്യകക്ഷി അത് മാത്രമല്ല ലോകത്തുള്ളത്, വേറെയും കുറേ രാജ്യങ്ങളുണ്ട്.
ഇപ്പോൾ ഇന്ത്യയും ചൈനയും റഷ്യയും ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ, രണ്ടാമത് വരുന്നത് ചൈന, പിന്നെ ഏറ്റവും വലിയ രാജ്യമായിട്ടുള്ള റഷ്യ. ഈ 3 രാജ്യങ്ങളും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ഒരു ഭാഗം തന്നെ അങ്ങ് മാറി. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ രാജ്യങ്ങൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഒരു സഖ്യത്തോടൊപ്പം യോജിക്കാൻ വേണ്ടി നിൽക്കും. അതേസമയം ബ്രിക്സ് രാജ്യങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്നു. അപ്പം ഇത്രയും രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു ലോകത്തൊരു വൻ ശക്തിയായിട്ട് മാറിക്കഴിഞ്ഞാൽ അമേരിക്ക ഒന്നും അല്ലാതായിട്ട് മാറും. അത് അയാൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായി എന്ന് തോന്നുന്നു. മാത്രമല്ല ഇവിടെ വിനിമയം നടക്കുന്നത് നമ്മുടെ ഏതാണോ നമ്മളെ വിനിമയ സംവിധാനം, രൂപയാണെങ്കിൽ രൂപ, ഇനി അതല്ല വേറെ ഏതെങ്കിലും രാജ്യങ്ങൾക്ക് അവരുടെ അവിടുത്തെ പൈസയാണെങ്കിൽ അതിൽ വിനിമയം നടത്താം. മുൻപ് എന്തായിരുന്നു, ലോകത്ത് ഏത് ഇടപാട് നടന്നു കഴിഞ്ഞാലും അത് ഡോളറിലായിരുന്നു ഇടപാട് നടത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിലുള്ള എന്താണോ വിനിമയ സംവിധാനം, ആ വിനിമയ സംവിധാനം വെച്ച് നടക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും, ലോകത്ത് ഡോളറിൻ്റെ ഉപയോഗം കുറയുമ്പോൾ ഡോളറിൻ്റെ ഇടിവ് വരും. അപ്പോൾ ഡോളറിൻ്റെ മൂല്യത്തിൽ ഇടിവ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കക്ക് വലിയ നഷ്ടം വരും. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ബിസിനസ്സുകാരനായിട്ടുള്ള ട്രംപ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ പല രാജ്യങ്ങൾക്കും മേലും തീരുവ കൂട്ടി അവരെ ബുദ്ധിമുട്ടിലാക്കുക എന്നൊരു തീരുമാനത്തിലേക്ക്. പക്ഷേ ഇപ്പോൾ പുട്ടിനെടുക്കുന്ന നിലപാട്, നിങ്ങൾ ഇന്ത്യക്ക് മേൽ ചുമത്തിയിരിക്കുന്ന അധിക തീരുവ കുറയ്ക്കുക, അതിനുശേഷം നമുക്ക് സംസാരിക്കാം എന്നൊരു തീരുമാനം എടുത്തിരിക്കുന്നു. അപ്പം ആ തീരുമാനം സ്വാഭാവികമായിട്ടും ഇന്ത്യയും ചൈനയും ഒക്കെ ആലോചിച്ചെടുത്തൊരു തീരുമാനമായിരിക്കാം. ഇങ്ങനെ ഒരു മീറ്റിംഗ് നടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഏത് രീതിയിൽ നമ്മൾ അതിനെ സമീപിക്കണം എന്നിപ്പോൾ സ്വാഭാവികമായിട്ടും പുടിൻ പറഞ്ഞാണ് നമുക്ക് ആ തീരുവയൊക്കെ കുറച്ചതിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് ചർച്ചയ്ക്ക് പോകാം എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. അങ്ങനെ തീരുമാനിച്ചതിൻ്റെ അടുത്താണ് സാഹചര്യത്തിലാണ് പുടിൻ അമേരിക്കൻ പ്രസിഡന്റിനോട് പറഞ്ഞത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് നിങ്ങൾ ഇന്ത്യക്ക് മേൽ ചുമത്തിയിരുന്ന അധിക തീരുവ കുറയ്ക്കുക. ഞങ്ങളും ഇന്ത്യയും തമ്മിൽ പല കരാറുകളും ഉണ്ടാവും. ഞങ്ങളുടെ അടുത്ത് നിന്ന് എണ്ണ വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അധിക തീരുവ ചുമത്താനുള്ള അധികാരമില്ല. നിങ്ങൾ ലോക പോലീസ് ആണെങ്കിൽ അതിനപ്പുറത്തേക്ക് വേറൊരു സഖ്യകക്ഷികളായിട്ട് ഞങ്ങൾക്ക് മാറാനുള്ള സാധ്യതകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അമേരിക്ക അല്ല ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി, ഏറ്റവും അവസാനം അമേരിക്ക എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഏതായാലും മാറ്റണം എന്നുള്ളത് പുടിൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാവാം. കാരണം ഈ പ്രധാനമന്ത്രി വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ അതിനെ ആക്ഷേപിച്ചവരും വിമർശിച്ചവരും ഒക്കെ ഉണ്ട്. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശിച്ചത് ഒരു പ്രശ്നം വരുമ്പോൾ ഇന്ത്യക്കൊപ്പം ചില രാജ്യങ്ങൾ നിൽക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ഫ്രാൻസുമായി നമുക്ക് ആയുധ കച്ചവടമുണ്ട്, റഷ്യയുമായി നമുക്കുണ്ട് ആയുധ കച്ചവടം, ചൈനയുമായി ഇടയ്ക്ക് നമ്മൾ അതിർത്തി ഗ്യാങ്വാങ് താഴ്വരയുമായി ബന്ധപ്പെട്ട ചില അതിർത്തി തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ ചൈന തന്നെ ഇങ്ങോട്ട് വന്നിട്ട് നമ്മളുമായി സൗഹൃദം കൂടാൻ നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം നമ്മുടെ വിപണി അത്രത്തോളം വലുതാണ്. 148 കോടി ജനങ്ങളുള്ള ഒരു വിപണി എന്ന് പറയുമ്പോൾ അത് അമേരിക്കയ്ക്കോ ചൈനയ്ക്കോ മറ്റു രാജ്യങ്ങൾക്കോ ഒന്നും സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു വിപണി ഇന്ത്യക്കുണ്ട് എന്നുള്ളതാണ്. അതിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും. അവിടെയാണ് ട്രംപിന്റെ ഈ സ്വയം കുഴി തോണ്ടുക എന്ന് പറയുന്നത് പോലെ ട്രംപ് തന്നെ സ്വയം കുഴി തോണ്ടുന്നു. അവിടെ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു, സാധനങ്ങൾക്ക് വില കൂടുന്നു, ആളുകൾ തെരുവിലിറങ്ങുന്നു, ട്രംപിനെതിരെ വലിയ രോഷം ഉണ്ടാകുന്നു, ട്രംപിനെ ഇംപീച്ച് ചെയ്യണമെന്നുള്ള വലിയ രീതിയിലുള്ള കാര്യങ്ങൾ മുഴങ്ങുന്നു. അപ്പോൾ ഇതൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുമ്പോഴാണ് പുടിൻ അലസ്കയിലേക്ക് വരുന്നത്. റഷ്യയെക്കുറിച്ച് സംസാരിക്കാനല്ല, ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കാനാണ് എന്ന് പറയുമ്പോൾ ഒരു ലോകത്തെ ഏറ്റവും വലിയ രാജ്യം എന്ന് നമ്മൾ പറയുന്ന റഷ്യ ഇന്ത്യക്ക് വേണ്ടി അമേരിക്കയെ കാണുന്നു എന്ന് പറയുന്നതിൽ പരം എന്താണ് നമുക്ക് ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാനുള്ളത്? അത് നമുക്ക് ഉണ്ടാക്കി തന്നത് 2014 ശേഷം വന്ന സർക്കാരാണ് എന്നുള്ളത് നിസ്സംശയം പറയാനും സാധിക്കുമെന്നുള്ളതാണ് ഇതിലെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്.